വികാരി എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമല്ലോ. വികാരി എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് എന്നാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ആർക്ക്? ബിഷപ്പിന് സബ്സ്റ്റിറ്റ്യൂട്ടാണ്. ബിഷപ്പ് ആരാണ്? ബിഷപ്പ് പാപ്പായുടെ സബ്സ്റ്റിറ്റ്യൂട്ടാണ്. പാപ്പ ആരാ? പാപ്പ ക്രിസ്തുവിൻ്റെ കാണപ്പെടുന്ന ഈ ലോകത്തിലെ തലവനാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു ഇടവക വികാരി എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ പകരക്കാരൻ. അതുകൊണ്ട് ആ ക്രിസ്തുവാണ് വീട്ടിലേക്ക് വരുന്നത്. ആ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ പിന്നെ സംഭവിക്കുന്നത് വേറെ പലതുമാണ്. അതുകൊണ്ട് സഭയോട് ചേർന്ന് നിൽക്കണം എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാണ്. ആ ചിന്തയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പിശാച് വേറെ പല രീതിയിൽ ഇറങ്ങി പുറപ്പെടുക. കാരണം എന്താണ്? എൻ്റെ ഉള്ളിൽ ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തു പിശാചിൻ്റെ മുമ്പിൽ ഇങ്ങനെ വിജയഭേരി മുഴക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പിശാച് ഇനി ഒരിക്കലും എന്നെ ആക്രമിക്കാൻ വരില്ല, അവൻ വേറെ വഴിക്ക് പോകുമെന്ന് വിചാരിക്കും. പക്ഷെ വേറെ വഴിക്ക് പോകത്തില്ല, അവൻ തരം മാറിക്കളിക്കും. അല്ലേ? പിശാച് തരം മാറി കളിക്കുന്നത്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള നമ്മൾ അറിയാതെ ഒരാളുടെ തലയിൽ കൈവച്ച് പറഞ്ഞ ആളപ്പം തന്നെ താഴേക്ക് വീഴുന്നു മാത്രമല്ല, ചിലപ്പോൾ ആൾക്ക് എന്തെങ്കിലും രോഗം ഉണ്ടാവും, അത് മാറിക്കിട്ടുമെന്ന്. അപ്പം നമ്മൾ വിചാരിക്കും ഐ കൊള്ളാമല്ലോ ഇത്. കാരണം എന്താ? പിശാചിൻ്റെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നമ്മൾ നിന്നിരിക്കുക. പിശാച് തോറ്റേക്കാം. അതുകൊണ്ട് പിശാച് തന്നെ ഈ ഒരു അവസരം, ഈ ഒരു കൃപ പിശാച് കൊടുക്കും. കൃപ എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു നെഗറ്റീവ് കൃപയാണ്. ആ കൃപ സ്വന്തമാക്കി കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനിങ്ങനെ ഒരാളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാനൊരു ആത്മായനാണോ, അച്ഛനാണോ, കന്യാസ്ത്രീയാണോ, ആര് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, അങ്ങനെ ഞാൻ ഒരാളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവരുടെ കുടുംബത്തിൽ ശക്തമായ ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചു എന്ന് ഞാൻ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവ് എനിക്ക് ചെറിയൊരു അഹങ്കാരത്തിന് കാരണമാകുന്നുണ്ട് എങ്കിൽ അത് പിശാചിൻ്റെ കളിയാണ്. കാരണം എന്താ? വേറെ പല രീതിയിലും പരിശ്രമിച്ചു നോക്കി, നടക്കത്തില്ല. അതുകൊണ്ട് അവൻ പോസിറ്റീവാണ് എന്ന വ്യാജേന നെഗറ്റീവായി നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി പുറപ്പെടും.